ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. അങ്ങനെ നീണ്ട 55 ദിവസത്തിന് ശേഷം നമ്മൾ പുതിയ വീഡിയോയായി. പിന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. മെയിനായിട്ട് എൻ്റെ ഫോണിൻ്റെ പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മുടെ കാസർഗോഡത്തെ ട്രെയിനിങ്ങും പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, നമ്മുടെ കൊല്ലത്ത് തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് കടക്കൽ തിരുവാതിര. ഞാനൊരു കടക്കുകാരനായതുകൊണ്ടും കടയ്ക്ക് തിരുവാതിര അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടും ഞാൻ എൻ്റെ കുഞ്ഞിനെ മുതൽ കാണാൻ വരുന്ന ഒരു പരിപാടിയാണ്. തിരുവാതിര സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരെടുപ്പാണ് ഗൈസ്. എല്ലാ കൊല്ലവും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരാറുണ്ടെങ്കിലും ഇത്തവണ ഞാൻ ചേട്ടൻ്റെ കൂടെയാണ്. അതിനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഗൈസ്. അതിൻ്റെ ഉത്തരം എൻ്റെ ഈ വീഡിയോയുടെ ക്വാളിറ്റിയിലാണ് ഗൈസ്. കാരണം എൻ്റെ കയ്യിരിക്കുന്ന ഫോണിൽ ഇത്രയും ക്വാളിറ്റി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു പ്രത്യേക നന്ദി ചേട്ടനോട് എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കുതിര. കുതിര കയറുമ്പോൾ 1-2 അല്ല ഗൈസ്, ഒരു 7 കുതിരയുണ്ട് മൊത്തത്തിൽ. സത്യം പറഞ്ഞാൽ തിരുവാതിരയിൽ ഇത്രയും എൻജോയ് ചെയ്ത് വേറെ തിരുവാതിരയില്ല. കാരണം എല്ലാ കൊല്ലവും ഞാൻ ഏതെങ്കിലും മൂലം അടങ്ങി ഒതുങ്ങി ഇരിക്കാറാണ് പറ്റുള്ളൂ. ഇത്തവണ അങ്ങനെയേ ഇല്ല, ഫുൾ കറക്കം വരുന്ന ഗൈസ്. ഈ കാണുന്നതാണ് ദേവിയുടെ നട. അങ്ങനെ ദേവിയെ കണ്ടു തൊഴുത് രാവിലത്തെ പരിപാടി നമ്മൾ അവസാനിക്കും. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത പരിപാടിക്ക് സെറ്റായി. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് കുതിരെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാറ്. രാവിലെ ചേട്ടന്മാരുടെ ആണെങ്കിൽ വൈകിട്ട് അനിയന്മാരുടെ കൂടെയാണ്. പക്ഷേ കോമഡി എന്ന് വെച്ചാൽ പകുതിക്ക് വെച്ച് അവന്മാർ വേറെ വഴി പോയി, ഞാൻ വേറെ വഴി പോയി. പോണതിന് മുന്നേ ഞാനും അവന്മാരുടെ മേലെ കയറി കറങ്ങിയായിരുന്നു ഗൈസ്. അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുതിരെടുപ്പ് സ്റ്റാർട്ട് ആവാറായി. പിന്നെ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സും ആയിരുന്നു ഫുൾ കറക്കാം. സത്യം പറഞ്ഞാൽ ഇത്രയും ആവേശത്തോട് കുതിര എടുക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലെ പ്രത്യേകത. ഇവിടെ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് ആഘോഷിക്കാറ്. പുറത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് എത്രയും ഭംഗിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ തിരുവാതിര ഒരു തുടക്കം മാത്രമാണ് ഗൈസ്. ഇനി ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഉത്സവവും ആഘോഷവും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറിയപ്പോഴത്തേക്കും വെളുപ്പാങ്കാലം 3 മണിയായി ഗൈസ്. ഇനി എത്രയൊക്കെ ഉത്സവം ഉണ്ടായാലും നമ്മുടെ മലയാളികൾക്ക് മന്തി കഴിഞ്ഞാലാണ് വേറൊരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞ സത്യമാണ് ഗൈസ്. അപ്പോൾ തിരുവാതിര വിശേഷങ്ങളുമായിട്ട് ഇനിയും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ പറയുക വരുന്നതാണ്.